രാമ 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 പാഹി മാം. 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 രാമനെ ചിന്തിച്ചു തുയാരുമേ ഓമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു ഇട്ടിടുയേനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായ തനന്ദൻ ജനജ. ലക്ഷ്മി ഭഗവതി ലോകമായ പരാ. മായാഗുണങ്ങളെ താനവലംബിച്ചു ആയ ഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു. നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യരജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനാദ്രിജാവല്ലഭൻ സാംഹരിക്കുന്നതും. വൈവസത്തമനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു. വേദാവിനായി കൊടുത്തതീരാഘവൻ. പാഥോനിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതോ നേരം. ദിഷ്ടമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീരാഘവൻ. ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ ഒന്നു ദൃഷ്ടിയായി തേജമേ ശോണിയെ പൊങ്ങിച്ചു. ആരണവാരിധി തന്നിൽ കളിച്ചതും ആരണപുരുഷനാവുമീരാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ. ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ട് ഓരനായൊരു ഹിരണ്യകശിപുതൻ വർഷപ്രദേശം പ്രപാട
രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി മൂണ്ടർത്തിച്ചു സാദരാമർച്ചി ആരണം. എത്രയും ആരുണ്യമോടവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി. ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയായി ജയത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രനുമിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നീടിനായി. രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാത വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ധരയല്ല അയ്യേയെല്ലാരും ഭ്രമിപ്പായ രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനജ സൃഷ്ടിനിലയ പാരിണി തന്നോടു പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. നത്തഞ്ജരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം അളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയാരുമേ രാമ രാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമ രാമേതി ജപിക്കുന്ന മർത്യനു മൃത്യു ഭയാദികളൊന്നുമേ സിദ്ധിയില്ലതേയല്ല കൈവല്യവും സിദ്ധിയുമേവനുമെന്നതു നിർണയം. സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാര് ഉത്തമൻ. ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനാനന്ദപൂർണനന്ദനാ ഉലൻ.
ഭഗവൽ സ്വരൂപത്തിനെങ്ങനേതു ആദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥനായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ഠൻ തന്നെ ഒന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനായി. ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമ സീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർ എല്ലാം. രാമദേവങ്കലുറച്ചോരു ഭക്തിയുമാമയ നാശവും സിദ്ധിയുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനും ചെന്നതിൻ കാരണം. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. രാമ വിഷയമീ വണ്ണമരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. താപവും തീർന്നിതു പൗരജനങ്ങൾ താപസ ശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയായ മാതാവ് തന്നോടു ശോകം അളഞ്ഞാലും അമ്മേ മനസീതേ സൗമിത്രിയും ജന ആത്മജനും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ അളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിയുമനുജനും ചീരങ്ങൾ വെവ്വേറെകൾ ഇനാളമ്മയും ധാന്യ വസ്ത്രങ്ങളുപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനോ മുടുത്താനതു നേരം. ലക്ഷ്മീ ഭഗവതിയായ ജാനകീവൽക്കലം കയ്യിൽ പിടിച്ചു കൊണ്ടാവുലാൾ. പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങനെ. ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ
മംഗളദേവത വല്ലഭൻ രാഘവംഗിതജൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം അലർന്നു നിന്നിടിനാൻ. എന്നതോ കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർസിച്ചു അയ്യേയി തന്നോടു താപേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ അഷ്ടമോർത്തോളം കഠോരശീലേ ഹലേ. രാമൻ വനത്തിനു പോയേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീ ദേവി ഉവൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയായ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. ആനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം. ഭർതൃ ശുശ്രൂഷയും ചെയ്തോ പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടു എന്നേ വരൂ. ഇതം വസിഷ്ഠോക്തിയേതു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇതമുക്ത്യം രാമവക്ത്രാംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗന ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾ ആമ്പലിഞ്ഞു അരയുന്നതു നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രനും ശ്രീരാമ ദേവനുമപ്പോളരുൾ ചെയ്തു. തേരിൽ അരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേ തുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ അരേറിനാളിന്ദിരവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ. വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൽ തേരിൽ അരേറിനാൾ. ബാണചാപാസി തുണിരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ ഭൂപനും
എന്നു ചൊന്നാർ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു. നിശ്ചലമായിതു ലോകവുമന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീബാല വൃദ്ധാവധി പുരാവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠ തിഷ്ഠ പ്രഭോ രാമദയാനിധേ, ദൃഷ്ടി അമൃതമായോരു തിരുമേനി ആണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ, ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരും തേരിൻ പിറകെ നട കൊണ്ടാർ. മന്നവൻ താനും ചിരം വിലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃ ഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴെന്നിതില്ലെന്നു നിർണയം എന്നതോ കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാ നേരം. വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. എന്നെയായി മേവുന്ന കൗസല്യ തന്നോടും. ശ്രീരാമനും തമസാ നദീ തന്നോടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരിയെ പുപ്പു ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായി. ആനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാലയപ്പോവില്ലിവർ കാര്യത്തിനും വരുവിഘ്നമെന്നാലിവർ ഖേദം തളർന്നുറങ്ങുന്നിതു. ബോധമില്ലിപ്പോളിനിയുണരും മുമ്പേ നാമിപ്പോഴേ കൂട്ടുക തേരുന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചിതന്നേരം. രാഘവന്മാരും ജനതനൂജനും തേരിലേറിയിടിനാരേതോ
തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും ഇടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങളുണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി ഉണ്ടിതന്മാരായി പുരിപൊക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനൂദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചിടിനാരേവരും. മംഗളദേവത വല്ലഭൻ രാഘവൻ ഗംഗാതടം ജാനകി തന്നോടും മംഗള സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിധൂരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹ തനൂജയും ശിംശപാമൂലേ സുഖേന വാമീടിനാർ. രാമാഗമന മഹോത്സവമെത്രയുമാമോദമുൾക്കൊണ്ടു ഏറ്റു ഗുഹൻ തഥാ സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്ത്യൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ്യ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട ദൃഢമണയ്ക്കാശ്ലേഷവും ചെയ്തു മന്ദഹാസവും പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. പഞ്ചവിലോചനന്ദൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനൂമുര ചെയ്തു. ധന്യനായേ അടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. ഇങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണമന്തർമുദാ പാദപത്മരേണുകളാൽ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ അലിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. നീ വാക്യം മദീയം മമ സഖേ സൗഖ്യമിതിൽ പര ഇല്ലെനി ഏതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കയെന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം
മമൈതൽ ഭവാൻ വത്സഹിയല്ലോ. പൂജനാം നീ പരിപാലിക്ക സന്തതം. ഉണ്ടഭാവം ചെറുതുണ്ടായും വേണ്ട. ഉണ്ടു വരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നൊരു ഹൂതമനും. ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ ഉഷദലാദ്യങ്ങളാൽ സാദരമാതൃസമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളി ഉറുപ്പു കൊണ്ടിടിനാൻ. പ്രാസാദമൂർധനി പര്യങ്കേ യഥാ പുരാ വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയായ സീതയും വൃക്ഷമൂലേ ഇടക്കുന്നതു കണ്ടതി ദുഃഖം അലർന്നു ബാഷ്പകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ, പർണകൽപേ ഭുവി ദാരുമൂലേ ഇടന്നർണോജനേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവാനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജന ആത്മജയോടും പള്ളി ഉറുപ്പു ഉള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്ക സീമിനി വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാവുവാൻ കാരണഭൂതയായി വന്നിനു കൈകേയി. മന്ധരാ ചിത്തമാസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപചാരിച്ചാളെല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിധമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മധ്വജനം രാമ, ഭദ്രനാമം ജപിച്ചിടുക സന്തതം. അസ്യ ദുഃഖസ്യ ഓ ഹേതുർജഗത്രയേ, അസ്യ സുഖസ്യാവ ഓപി ഹേതുസ്സഹേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിനാരുമുൾ ആമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതി, മറ്റേ മമ ദുഃഖദാതാവിധി വൃഥാ. തോന്നുന്നിതജ്ഞാനബുദ്ധികൾ ഒപ്പമേ തോന്നുകയില്ല ബുധന്മാർ അതേതുമേ. ഞാനിതിന്നു ഭർത്താവെന്നു തോന്നുന്നു. മാനസതാരിൽ വൃഥാഭിമാനേന ലോകം നിജ കർമ്മസൂത്രബന്ധം സഹേ.
ഭോഗങ്ങളും നിജ കർമാനുസാരികൾ മിത്രാര്യുദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജനാഭേദ ബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യത്തെ തത്ര യഥാ തഥാ ദുഃഖം സുഖം നിജ കർമ്മവശാഗത എന്നുള്ള ആമ്പ് കൊണ്ടോ നിനച്ചിത് യന്ത്യന്ത്യതാഗതം തത്ര ആനാന്തരേ തത്തൽ ഭുജിച്ചതി സസ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു ആമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാം ശുഭ കർമ്മ ഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടും നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോയേസു ആനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിവരാത്രി പോലെ ഗതാഗതം മാനസി ചിന്തിക്കയില്ലെത്രയുമല്ലേതോ. ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന സംയുക്തമായേവനുണ്ടു ജലപങ്കമെന്ന പോലെ സഹേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മന മരുമുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവന. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതു സത്വരം ബ്രാഹവൻ. നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തു എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണിക സമാരുഹ്യതാം സൗമിത്ര ജനാത്മജ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കു കേട്ട നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായ മാതൊരു തോണി കരേറിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതാമായൊരു തോണി കരേറിനാൻ. ജാതിവർഗത്തോടുകൂടെ
ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗളാംബാംഗിയും ജാനകി ദേവിയും മംഗളാംബാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും അഴിഞ്ഞാതരാളിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക നീയാപത്തു കൂടാതെ. ദശാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണോ തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. ൂടെ വിടകൊള്ളുവതിന്നടിയനുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായിരോണാംഗ ബിംബാനന ജഗദീപദേ. നൈഷാദവാക്യങ്ങൾ ഏറ്റു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടുന്നേ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോ എന്നയച്ചൂര് ഉത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലിയ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിനാൻ. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ ഒന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു. പാദപമൂലേ ദലാഢ്യ തൽപസ്ഥലേ മാർത്താണ്ഡദേവേനുദിച്ചോരനന്തരം പാർത്ഥിവനധ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ. തന്നാശ്രമ പദത്തിനടുത്താദരാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്തു തത്ര കാണായി തൊഴുവടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവനിപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാത്തിരിക്കുന്നിതുടജാതി എന്ന വാർത്ത വയ്യാതെയുണർത്തി എന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാ ഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ
ദശരഥ പുത്രനുണ്ടാശ്രിത വത്സല പാത്തിരുന്നിടുന്നു ശ്രുത്വാ ഭരദ്വാജനിധം സമുദ്ധയാ ഹസ്തേ സമാധായ സാര്യ പാദ്യാദിയും ഗത്വാ രഘോത്തമ സന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹലക്ഷണം ദുഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനിപുങ്കവ ആശയാനന്ദമീയെന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാ ഇടു നീ വേദാത്മ മമ പർണശാലാമിമാം. ഇത്തമുത്തോട ജനമാനിയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം. പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതു സത്വരം ബ്രാഹവൻ. നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തു എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്നിയം ദ്രോണിക സമാരുഹ്യതാം സൗമിത്ര ജനാത്മജാ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കു കേട്ട നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായ മാതൊരു തോണി കരേറിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതാമായൊരു തോണി കരേറിനാൻ. ജാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗളാംബാംഗിയും ജാനകി ദേവിയും മംഗളാംബാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാളിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക നീയാപത്തു കൂടാതെ. ദശാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു
വന്ദിച്ചിരിക്കവേ സത്വരം പാരഊലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. ൂടെ വിടകൊള്ളുവതിന്നടിയനുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ അളഞ്ഞിടുവാനല്ലായിരോണാംഗ ബിംബാനന ജഗദീപദേ. നൈഷാദവാക്യങ്ങൾ ഏറ്റു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടുന്നേ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോ എന്നയച്ചൂര് ഉത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലിയ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിനാൻ. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ ഒന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു. പാദപമൂലേ ദലാഢ്യ തൽപസ്ഥലേ മാർത്താണ്ഡദേവേനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ. തന്നാശ്രമ പദത്തിനടുത്താദരാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്തു തത്ര കാണായി തൊഴുവതു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവനിപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനനുണ്ടു തൻ ഭാമിനിയോടും മനുജനോടും വന്നു പാത്തിരിക്കുന്നി തുടജാതി എന്ന വാർത്ത വയ്യാതെയുണർത്തി എന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാ ഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥ പുത്രനുണ്ടാശ്രിത വത്സല പാത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിധം സമുദ്ധയാ ഹസ്തേ സമാധായ സാർയ പാദ്യാദിയും ഗത്വാ രഘോത്തമ സന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹക്ഷണം. ദുഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനിപുങ്കവ ആശയാനന്ദമീയെന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാ ഇടു നീ വേദാത്മ മമ പർണശാലാമിമാം. ഇത്തമുക്തോ
ജനമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാക കാരണമിന്നു വന്നു തപസ്സാ ഫലമൊക്കവേ ജ്ഞാതും മായാ തവോദന്തം ബ്രഹ്മപദേ ഭൂതമാഗാമിഹം വാ കരുണാനിധേ ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ ആര്യമാനുഷനായിതോ മായയാ ഭൂതലേ ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനായാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞീടിനേ നിന്നതിനെന്നടോ ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം ശ്രീപതിരാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദേവനുഗ്രഹിക്കണമേ. ഇതമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതോ രാത്രി മുനിയുമായി. ഉത്ഥാനവും ചെയ്തുഹസി മുനിവരപുത്രരായുള്ള കുമാരന്മാരുമായി ഉത്തമമായ കാളിന്ദീ നദിയേയുമുത്തീര്യ താപസാദിഷ്ടമാർഗേണ പോൽ ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൾ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസംകുലം കേവലം നാനാമൃഗദ്വിജാതീർണം മനോഹരം ഉത്തമവൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമ ഫലദലസംയുക്തം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം ബ്രഹ്മാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം അന്തർപ്പ സുന്ദരമിന്ദീവരേഷണമിന്ദ്രാദി വൃന്ദാരൈരഭിവന്ദിതം ബാണതുണീരധനുർധരം വിഷ്ടവസ്ത്രാണനിപുണം ജടാമഉഡോജ്വലം ജാനകീലക്ഷ്മണോപേദം ബൃഹോത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിം തദാ സന്തോഷബാഷ്പാകുലാക്ഷനായ രാഘവൻ തന്തിരുമേനി ഗാഠം പുണർന്നേടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം
ഭക്തി പൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടഥ മുക്തി പ്രദനായി നാഥനും സാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ ഭൂത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജന ആത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ. വേദാന്തിനാ ഭവതാമറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം. ഈ ദിക്കിലൊട്ടു ആലും വസിച്ചിടുവാൻ ചിത്തേ പെരിയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിരുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലമങ്ങനെയായാലെന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്കാരണം. സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരമാഹ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിച്ചവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാനുത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപരായുള്ള മാനുഷർ തന്മ പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരാ നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായൊരു മനസ്സോടു സന്തുഷ്ടരായി മരുമുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടുമിഷ്ടേതരാക്തി അനുതാപവുമില്ല. സർവേവും മായേതി നിശ്ചിത്യവാഴുന്ന
ദിവ്യമനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയോമി ഉൾപ്പോവിലോർക്കിലോ ദേഹത്തിനേ ഉള്ളു. ശുത്രേ ദൃഢഭവ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും. ഇതമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരു ഭവന്തം പരം ചിൽഖനം വേദസ്വരൂപനാമനന്ദമേഹം സദാ. വേദാന്തവേദ്യമാദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയത്വം സമസ്താദരം സർവഗതം പരമാത്മനേ ലേപം. വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാത്മാനാ ആണുന്നതും സദാ. തസ്യ ചിത്തേ ജന ആത്മജയാ സമം വിസംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ ദൃഢീകൃതചേതസാ സന്തതം ത്വൽപാദസേവരതാത്മന. സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷജ്ഞേതസാ ഭക്തിദ്രവാത്മനാ. അന്തർഗതനായി വസിക്കനീ സീതയാ ചിന്തിത